ഹായ് ഫ്രണ്ട്സ്, മലബാർ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആൻഡ്രോയിഡ് iOS ആപ്ലിക്കേഷനാണ് Stc Pay എന്നുള്ളൊരു ആപ്ലിക്കേഷൻ. നമ്മളെ പ്രവാസികളായ ആളുകൾക്ക് സൗദിയിൽ നിന്നും നാട്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. വളരെ ഫാസ്റ്റായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് നാട്ടിലെ അക്കൗണ്ടിലേക്കോ അതല്ലെങ്കിൽ വെസ്റ്റേൺ യൂണിയനിലേക്കൊക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്പിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് ഉണ്ടാവുക. ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്, അതുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഫിംഗർ പ്രിൻ്റ് വഴി സെറ്റ് ചെയ്താൽ അങ്ങനെ ലോഗിൻ ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫണ്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക, അത് ലൈവായിട്ട് ഡെമോ കാണിക്കുകയാണ്. എങ്ങനെ ക്യാഷ് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സും അതുപോലെ എങ്ങനെ ക്യാഷ് ഇതിൽ ആഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ട്രാൻസ്ഫർ മാത്രം അതിൻ്റെ ലൈവ് ഡെമോ കാണിക്കുകയാണ്. ഇതിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ 3 ഐക്കണുള്ള ഒരു മഞ്ഞ ചുവപ്പ്, ഇതിൽ ഇൻ്റർനാഷണൽ ഐക്കണിൽ ട്രാൻസ്ഫർ എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ച അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതിൽ കാണാം. അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്, അപ്പോൾ അത് ഞാൻ ഓൾറെഡി അപ്രൂവ്ഡ് ആണ്. അപ്പോൾ അതിൽ സെൻഡ് മണി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പുതിയൊരു പേജിലേക്ക് പോകും. അവിടെ നമ്മൾ എത്ര എമൗണ്ട് ആണോ ആഡ് ചെയ്യേണ്ടത് സെൻഡ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നാട്ടിലെ എമൗണ്ടാണ്, അപ്പോൾ 10,000 റിയാലാണ്, 10,000 റുപ്യയാണെങ്കിൽ താഴെ INR-ലോട് 10,000 റുപ്യ അടക്കുക. അപ്പോൾ അതിന് എത്ര എമൗണ്ടാണ് സൗദി റിയാൽ വരിക എന്നുള്ള മുകളിൽ കാണിക്കും. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ഫാമിലി സപ്പോർട്ട് എന്നുള്ള അവിടെ എന്തിനാണ് അയക്കുന്നത് എന്നുള്ള ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫാമിലി സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രൊമോഷൻ കോഡ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊമോഷൻ കോഡ് ഉണ്ട്. അപ്പോൾ ഞാൻ താഴെ ഒരു പ്രൊമോഷൻ കോഡ് കൊടുക്കും, അപ്പോൾ നിങ്ങളതിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. 15 റിയാലോ 10 റിയാലൊക്കെ ക്യാഷ് ബാക്ക് കിട്ടും ആ പ്രൊമോഷൻ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് അഗ്രി കൊടുക്കുക, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺഫർമേഷൻ പേജ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് കാണിക്കുക, എത്ര എമൗണ്ട് അവിടെ കിട്ടുക, എത്ര ചാർജിനൊക്കെ കാണിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ ഇവിടെ ഇൻക്ലൂഡിങ് ട്രാൻസ്ഫർ ഫീ എന്നുള്ളതാണ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ അയക്കുന്ന എമൗണ്ടിൽ നിന്ന് ഈ ട്രാൻസ്ഫർ ഫീ മൈനസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ടാണ് അവിടെ കിട്ടുക. അപ്പോൾ അത് നമ്മൾ ടിക്ക് ചെയ്യാതെ ഒഴിവാക്കിയിട്ടൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ 10,000 ആണെങ്കിൽ 10,000 തന്നെ കറക്റ്റ് അവിടെ കിട്ടും. നമ്മളെ ട്രാൻസ്ഫർ ഫീ ഇവിടുത്തെ അക്കൗണ്ടിൽ നിന്ന് മൈനസ് ആവും. ഈ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് 10,000 കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ക്ലിക്ക് ചെയ്യാതെ, അത് ഓപ്ഷൻ ടിക്ക് ചെയ്യാതെ സെൻഡ് ചെയ്യണം നല്ലത്. ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും IFSC കോഡും കാര്യങ്ങളൊക്കെ കാണാം. ശേഷം നമ്മൾ താഴെ ഡൺ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡിക്ലറേഷൻ വരും, അത് അഗ്രി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടത് ഒരു 10 സെക്കൻഡിനുള്ളിൽ അത് കൺഫർമേഷൻ വരും. ഓക്കെ, അപ്പോൾ ഓൾറെഡി കൺഫേം ആയി. യു ഹാവ് സെൻഡ് 550 റിയാൽ എന്ന് കാണിക്കും. അതിൻ്റെ MTCN നമ്പറും കിട്ടും. അപ്പോൾ ഡൺ കൊടുത്താൽ കംപ്ലീറ്റ് ആയി. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ രാവിലെ ചെയ്താൽ ഈവനിങ് ആകുമ്പോൾ അവിടെ കിട്ടും. ഞായറാഴ്ച ചെയ്തല്ലെങ്കിൽ ശനിയാഴ്ച ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ വീക്കെൻഡ് അല്ലേ, അപ്പോൾ വീണ്ടും ഒരു 3 ദിവസമൊക്കെ എടുക്കും എത്താൻ. വളരെ ഫാസ്റ്റായിട്ട് കിട്ടും. ഒരു 3-4 മണിക്കൂർ കൊണ്ടൊക്കെ ക്രെഡിറ്റ് ആയ സമയമുണ്ട് ഞാൻ ചെയ്ത സമയത്ത്. അപ്പോൾ അവിടെ അതിൽ അണ്ടർ പ്രോസസ്സിംഗ് എന്ന് കാണാം. കൺഫർമേഷൻ ആയിക്കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ഒന്നും കാണിക്കും. ഓക്കെ, ഇപ്പോൾ സെൻഡ് ചെയ്തതിന് ശേഷം ബാലൻസ് കാണിക്കുന്നതല്ലേ. ബാക്കി 5 റിയാൽ എൻ്റെ ക്യാഷ് ബാക്ക് കയറിയതാണ്. 5 റിയാൽ ഇതിപ്പോൾ ക്യാഷ് ബാക്ക് ഞാൻ പ്രൊമോ കോഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് ക്യാഷ് ബാക്ക് 5 റിയാൽ കിട്ടി. പിന്നെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കാണാം. ഇപ്പോൾ അണ്ടർ പ്രോസസ്സിംഗ് എന്ന് കണ്ടില്ലേ അവിടെ. താഴെ മെസ്സേജിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും, നിങ്ങൾ ഓൾറെഡി എത്ര എമൗണ്ട് സെൻഡ് ചെയ്തു എന്നുള്ള മെസ്സേജിൽ കാണാം. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യും, ഫാസ്റ്റായിട്ട് കിട്ടുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ പല ഓഫറുകളും ഉണ്ട്. വേറെ നമ്മളെ ബില്ല് 7ൻ്റെ ബില്ലുകളും അതുപോലെ റീചാർജൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ STCയിൽ എങ്ങനെയാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.